ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഗാർലിക് സോസിൻ്റെ റെസിപ്പി, അതുപോലെ നല്ല പെർഫെക്റ്റ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, 1 ഗ്ലാസ് വെള്ളം ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇത് കൈയെടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അത് തന്നെയല്ല, കൈയെടുക്കാതെ തന്നെ എളുപ്പത്തിൽ റെഡിയായി കിട്ടും. എന്നാൽ ആ ഒരു മൈദയുടെ കൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി കുറുകി പോകും. പക്ഷേ മാവ് അത്ര കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഉറച്ച് കിട്ടും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കിനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് പാൽ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. പാൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയെടുക്കണം. ചൂടോടുകൂടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പാൽ തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മൈദയുടെ മാവ് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ചൂടൊട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ മിക്സിയിലേക്ക് ഇട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മളെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടില്ലാത്തതായിരിക്കണം. ഇതിലേക്ക് 3-4 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ, 1 ഗ്ലാസ് വെള്ളമല്ല ചേർത്തത്. അപ്പോൾ ആ 1 ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പാലും കൂടി ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് ഇതുപോലെ അടിച്ചെടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് അടിച്ചെടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് അതും അടിച്ചെടുക്കുക. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ടെക്സ്ചറിൽ കിട്ടും. കണ്ടോ? ഇനിയിപ്പോൾ കുറച്ചുകൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ചുകൂടി ചേർത്ത് അടിച്ചാൽ ഒന്നും കൂടി ഒന്ന് കട്ടിയായി കിട്ടും. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ഗാർലിക് സോസിൻ്റെ അതേ ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ എഗ്ഗൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം, കുട്ടികൾക്കും കൊടുക്കാം. അത് തന്നെയല്ല, സ്റ്റോറിൽ 2-3 ആഴ്ചയൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്ലേവറുമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട്. പിന്നെ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതായത് സ്പൂണിലൊന്നും എടുത്ത് പഞ്ചസാര ചേർക്കരുത്. ഒരു നുള്ള് മാത്രം കയ്യിലെടുത്ത് പഞ്ചസാര കൂടി ചേർത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാം. ഇതുപോലെ മയോനൈസും ഗാർലിക് സോസൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. മുട്ട ചേർക്കാത്തതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കുന്ന ആ ഒരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി പൊട്ടറ്റോ പീൽ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് നല്ല സ്റ്റിക്കായിട്ട് കിട്ടും. അതല്ലെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്താലും അപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ച് നീളം കുറവായി കിട്ടും. ഏത് രീതിയിലും കട്ട് ചെയ്യാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ 2-3 പ്രാവശ്യം നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യണം കേട്ടോ. അതും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റേജാണ്. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് പോയി കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇനി എല്ലാ പൊട്ടറ്റോയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൂടിയിരിക്കുന്ന ആ പോർഷൻസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് ആ പൊട്ടറ്റോ മുങ്ങി കിടക്കാൻ ആവശ്യമുള്ള വെള്ളവും ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് പൊട്ടറ്റോ 2-3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇനി ഇത് ഈ വെള്ളത്തിലേക്ക് മാറ്റാം. ഇനി എല്ലാം ഇതുപോലെ ബൗളിലാക്കിയിട്ട് പൊട്ടറ്റോ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാനായിട്ട്. അങ്ങനെ കൈവച്ച് ഒന്നതുപോലെ നിരത്തി ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം വെള്ളത്തിൽ നിന്നൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കോൺഫ്ലവർ, ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെ കൈവച്ച് അങ്ങനെ സ്പ്രിങ്കിളാക്കിയിട്ടാലേ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഈ ഉപ്പും നമ്മൾ ചേർത്ത ആ ഒരു പൗഡറും പൊട്ടറ്റോയിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ, അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ മാറി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരിത്തിരി ഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ചായിട്ട്, ഒരുപാട് ഇട്ട് തിക്കി കൂട്ടാതെ കുറച്ച് മാത്രം എടുത്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം റെഡിയാക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെന്തിങ്ങനെ ഉടഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അതുപോലെ ഓയിലിലേക്ക് ഇട്ട ഉടനെ നമ്മൾ ഇതുപോലെ തവിയൊന്നും വെച്ച് മിക്സ് ചെയ്യാതെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അതൊന്നൊരു ഫേം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ടത് ഇതുപോലെ റെഡി ആയി കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ എടുത്ത് റെഡിയാക്കി എടുക്കാം. ഇനിയെല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. കുറച്ച് ഓയിലിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും കുറച്ച് സമയം കഴിഞ്ഞ് അതൊന്ന് തണുത്ത് പോകും. എന്നാൽ ഈ ഫ്രൈ ചെയ്ത് ഉടനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മളിതുപോലെ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവറോ ഏതെങ്കിലും ഒന്ന് വിതറി കൊടുത്ത് ചെയ്യണ സമയത്ത് പിന്നെ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി കഴിഞ്ഞാൽ ഉപ്പും കൂടി ചേർത്തിട്ടൊക്കെ റെഡിയാക്കണതല്ലേ, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റിൽ നല്ല ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു ലോട്ടിട്ട് ഞാൻ കുറച്ച് ഡാർക്കാക്കിയാണ് എടുത്തേക്കണത് കേട്ടോ. ഡാർക്കായിട്ട് കഴിക്കുന്ന സമയത്ത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് ഡ്രെയിൻ ആയി കിട്ടും. ഓയിലും ഒരുപാടൊന്നും കുടിക്കില്ല കേട്ടോ. നമ്മൾ ചട്ടിയിൽ ഒഴിച്ച ഓയിൽ അത്ര തന്നെ ചട്ടിയിൽ ഇത് ഫ്രൈ ചെയ്താലും ഉണ്ടാകും. ഒരുപാട് ഓയിലൊന്നും കുടിക്കുന്ന സംഭവമല്ല. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 2 ഐറ്റംസ് നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.